want you, baby, to my side. You know we get together, so why we pass it up, pass it up. ഹലോ, ഇറ്റ്സ് മീ ഹലിത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുമിച്ച് ഒരു ഡോപ്പമൈൻ മെനു ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, നമ്മൾ എപ്പോഴും ഒരിത്തിരി നേരം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് മൂഡ് മോശമാകുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പം തന്നെ എടുത്ത് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് നോക്കുക. അതും നോക്കുന്നത് എപ്പോഴും ഷോർട്ട് ഫോം കോണ്ടന്റ് ആയിരിക്കും ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോങ് ഫോം കോണ്ടന്റ് കാണാനുള്ള അറ്റൻഷൻ സ്പാനൊക്കെ പോയി. അങ്ങനത്തെ ഒക്കെ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. സോ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാം. എന്താണ് ഡോപ്പമൈൻ എന്ന് ചോദിച്ചാൽ അതൊരു ഫീൽ ഗുഡ് കെമിക്കലാണ്. ഇതാണ് നമ്മളെ മെന്റൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാനും നമുക്കൊരു സന്തോഷം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡോപ്പമൈൻ മെനു എന്ന് ചോദിച്ചാൽ, ഡൂം സ്ക്രോളിങ്ങിന് പകരം നമ്മൾ തന്നെ ഇന്റൻഷനലി ഈ ഒരു മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഉണ്ടാക്കുന്ന ഒരു ക്യൂറേറ്റഡ് മെനു ആണ്. അതിനകത്ത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന മെനു പോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സ്റ്റാർട്ടേഴ്സ് ഉണ്ടാവും, മെയിൻ കോഴ്സ് ഉണ്ടാവും, സൈഡ്സ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു ഡോപ്പമൈൻ മെനു നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഈ ഒരു ഡോപ്പമൈൻ മെനു ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഒരുപാട് കാര്യങ്ങൾ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാനിവിടെ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തത് ഒരു പിങ്ക് കളറാണ്. നിങ്ങൾക്ക് വൈറ്റ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. എനിക്ക് ഒരു സാധാ ന്യൂസ് പ്രിന്റ് എടുക്കണമെങ്കിൽ അത് എടുക്കാം. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഞാൻ റീസെന്റ് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഹൈലൈറ്റേഴ്സും കളർ പെൻസും അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ഒരു കളർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഐ വുഡ് സേ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പെന്നൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് അബദ്ധം പറ്റി. ഞാൻ ഈ പിങ്ക് കളറിലേക്ക് ഈ ഒരു ഹൈലൈറ്റർ വെച്ച് എഴുതുമ്പോൾ അത്ര കളറൊന്നും ഇല്ല. പക്ഷെ എന്താണെങ്കിലും നമുക്ക് നമ്മളെ ഡോപ്പമൈൻ മെനു ഉണ്ടാക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല എന്താണ് ഈ ഡോപ്പമൈൻ മെനു എന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് റെഫറൻസ് ഒക്കെ കിട്ടും. പക്ഷെ അത് അപ്പാടെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് നിങ്ങൾ എന്നെ ഒന്ന് ക്യൂറേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇപ്പൊ എൻ്റെ കേസിൽ എനിക്ക് പ്രോക്രിയേറ്റിൽ കുറച്ച് നേരം ഇരുന്ന് വരച്ചാൽ എനിക്ക് സന്തോഷം കിട്ടും. അല്ലെങ്കിൽ എനിക്ക് ഒരു കോഫി കിട്ടി എനിക്ക് സന്തോഷം കിട്ടും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, കുറച്ച് സമയം എടുക്കുന്ന കാര്യങ്ങൾ, കുറച്ച് സമയം കുറവ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഒരു ഫുൾ സെഷൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഭയങ്കര നീണ്ട ഒരു കുളിയൊക്കെ കുളിച്ചാൽ എനിക്ക് സന്തോഷം കിട്ടും. പക്ഷെ അത് കുറേ സമയം എടുക്കും. അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ലിസ്റ്റ്, ഒരു 30-40 മിനിറ്റ് വേണ്ടത് ഒരു ലിസ്റ്റ്, ഒരു മണിക്കൂറിന് മുകളിൽ വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ്, അങ്ങനെ 2-3 ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു റെസ്റ്റോറൻറ്റ് മെനുവിന്റെ റെപ്ലിക്കയാണ്. സ്റ്റാർട്ടേഴ്സ് ഉണ്ടാവും, മെയിൻ കോഴ്സ് ഉണ്ടാവും, സൈഡ്സ് ഉണ്ടാവും, ഡെസേർട്സ് ഉണ്ടാവും, എന്തെങ്കിലും സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് ടൈം വേണ്ടതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫോണിൽ സ്ക്രോൾ ചെയ്ത് സന്തോഷം കിട്ടും തോന്നുമ്പോൾ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് മെനു ആൻഡ് ചൂസ് സംതിങ് ഫ്രം ദിസ്. അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റും ടൈം അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് 6 കാറ്റഗറീസ് ആണ്. മൂവ്മെന്റ് ബേസ്ഡ് ഉണ്ട്, അതിനകത്ത് സ്ട്രെച്ചിങ്ങും ഒരു വാക്കും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ക്രിയേറ്റീവ് ഡോപ്പമൈൻ ഉണ്ട്, ജേർണലിംഗ്, ഡ്രോയിങ്, വീഡിയോ എഡിറ്റിംഗ്, പ്ലാനിങ്, കോണ്ടന്റ് ഒക്കെ അതിനകത്ത് വരും. സോഷ്യൽ ഡോപ്പമൈൻ ഉണ്ട്, കോളിംഗ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിനെ വിളിക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. നറിഷിംഗ് ഡോപ്പമൈനിൽ ഒരു കപ്പ് ഓഫ് കോഫി ഉണ്ടാക്കുക, ഒരു ഫ്രൂട്ട് കട്ട് ചെയ്യുന്നതാവാം, ഒരു ഫേസ് മാസ്ക് ആവാം, സ്കിൻ കെയർ ആവാം, അങ്ങനെ എന്തും ആവാം. മൈൻഡ്ഫുൾ ഡോപ്പമൈൻ്റെ അണ്ടറിൽ ബ്രീത്തിങ്, മെഡിറ്റേഷൻ, കാം മ്യൂസിക്, റീഡിങ് എ ബുക്ക്. എക്സൈറ്റിംഗ് ഡോപ്പമൈനിൽ ട്രൈങ് എ ന്യൂ കഫേ അല്ലെങ്കിൽ അൺബോക്സിങ് സംതിങ്. ഇങ്ങനെയൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ലിസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ടേഴ്സ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്മോൾ എഫേർട്ട്ലെസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റന്റ് മൂഡ് ബൂസ്റ്റ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ട്രാൻസിഷൻ ടു യുവർ മെയിൻ ടാസ്ക് ആയിട്ടാണ്. നമുക്കൊന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിനാണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും ഒക്കെ വാമപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാവണം. നിങ്ങൾക്ക് ഒരു മെയിൻ കോഴ്സ് ആക്ടിവിറ്റീനെ മുന്നേ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാവണം. ഇനി മെയിൻ കോഴ്സ്, ഇതാണ് മെയിൻ ഡോപ്പമൈൻ റിലീസിങ് ആക്ടിവിറ്റീസ്. അതിന് കുറച്ച് സമയം വേണം, കുറച്ച് എഫേർട്ട് വേണം, കുറച്ച് നേരം നിൽക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഇത് ചെയ്ത് കഴിയുമ്പോൾ. സോ അങ്ങനത്തെ ഒരു മെയിൻ മീൽ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ആൻഡ് അത് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഒന്ന് റിവാർഡിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാക്കാം. ഈ ഒരു മെനു ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇത് ഡെയിലി ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഡെയിലി ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി ചെയ്യാം. മന്ത്ലി ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. വീക്ക്ലി എങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് സൈഡ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ആക്ടിവിറ്റീസ് ആണ്. പക്ഷേ മെയിൻ ആക്ടിവിറ്റീൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ക്ലബ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. നിങ്ങളൊരു 1 hour ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാം. അതൊക്കെയാണ് സൈഡ്സിൻ്റെ കൂടെ വരിക. പിന്നെ ഉള്ള ലാസ്റ്റ് കാറ്റഗറിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഡെസേർട്സ്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കാറ്റഗറീസ് വേണമെങ്കിൽ വെക്കാം കേട്ടോ. എൻ്റെ കേസിൽ ഡെസേർട്സ് ആണ്. ഇതിനകത്ത് കുറച്ചും കൂടെ നമ്മൾ ഒരു വലിയ കാര്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ട്രീറ്റ് പോലെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നിങ്ങളൊരു കഫേയിൽ പോവുക, ഒരു കോഫി കുടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു സാധനം വാങ്ങിക്കുക, അതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ഡോപ്പമൈൻ മെനു എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, സൈഡ്സ് ഉണ്ട്, മെയിൻ കോഴ്സ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്. ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് ഫോട്ടോ അറ്റാച്ച് ചെയ്യാം, നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ സ്റ്റാർട്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. മേക്ക് എ കപ്പ് ഓഫ് കോഫി, ഇതൊക്കെ വളരെ 10 മിനിറ്റ്സിൻ്റെ ചോടെ എടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഒരു കോർണർ ഓഫ് മൈ റൂം ഒന്ന് ക്ലീൻ ചെയ്യുക എന്ന് വെച്ചാൽ ഫുൾ റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളതും അല്ല,
ഏതെങ്കിലും ഒരു ഏരിയ ഒന്നെങ്കിൽ ടേബിൾ ആവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഏതെങ്കിലും ഒരു വാർഡ്രോബ് ആവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. സോ ഹൗ ടു മേക്ക് ഇറ്റ് എ ഹാബിറ്റ്, എങ്ങനെ ഇത് നമുക്ക് ഫോളോ ചെയ്യാന്നുള്ളതും കൂടെ അറിയണ്ടേ. ചുമ്മാ ഈ മെനു ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി, ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന ടേബിളിൻ്റെ സൈഡിൽ തന്നെ ഇത് ഒട്ടിച്ച് വെക്കാം, ഫസ്റ്റ് കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പർ ആയിട്ട് തന്നെ വെക്കാം. ഡോപ്പമൈൻ മെനു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതല്ല കേട്ടോ. നിങ്ങൾ ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്യില്ലേ, ഇൻസ്റ്റഗ്രാം ആണെങ്കിലും, ആ ഒരു ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആക്കാം. ഞാൻ പ്രോക്രിയേറ്റ് ട്യൂട്ടോറിയൽസ് ഇട്ടിട്ടുണ്ട്. അതിൽ എന്തായാലും സ്ക്രീൻ ടൈം വരും. പക്ഷേ അതല്ല നമ്മൾ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഡൂം സ്ക്രോളിങ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലാണ്ട് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത്. അല്ലാതെ എനിക്ക് ആദ്യം ഇന്റർനെറ്റിൽ ഇത് കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെയും തോന്നിയിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തെന്നുള്ളൂ. 1-2 ആക്ടിവിറ്റീസ് ഡെയിലി ഫോളോ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് എല്ലാ കാറ്റഗറിയിൽ നിന്നും ഓരോ ആക്ടിവിറ്റി എടുക്കണമെന്നൊന്നുമില്ല. ഞാനൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം നിങ്ങൾ രാവിലെ പല്ല് തേക്കുക എന്നുള്ളത് നിങ്ങളൊരു ശീലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് കഴിഞ്ഞ പാട് നിങ്ങൾക്ക് ജേർണൽ ചെയ്യാം. അങ്ങനത്തെ രീതിയിൽ ഹാബിറ്റ്സ് സ്റ്റാക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് നിങ്ങളെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ റീസെന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഇൻസ്റ്റഗ്രാം അല്ലല്ലോ യൂട്യൂബിൽ നോക്കുമ്പം വലിയ വീഡിയോസില്ലേ, കഴിയുന്നതും വലിയ വീഡിയോസ് കാണാൻ നോക്കും. ആ രീതിയിലുള്ള വീഡിയോസ് ഞാൻ കൂടുതൽ കാണുമ്പം ഞാൻ അപ്പം തന്നെ അത് ആഡ് ടു വാച്ച് ലേറ്ററിലേക്ക് ഇട്ട് വെക്കും. അല്ലെങ്കിൽ ഞാൻ അതിന് ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റിലേക്ക് അത് ആഡ് ചെയ്ത് വെക്കും. മേ ബി ഇപ്പോൾ വ്ളോഗ്സ് ആവാം, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്നാവാം. അപ്പം ആ വ്ളോഗിലേക്ക് ആഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എനിക്ക് ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടുമ്പോൾ ഞാൻ ആ വ്ളോഗുകൾ എടുത്ത് കാണും. അപ്പോൾ രാദർ ദാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ഓൾറെഡി നമ്മളെ കയ്യിൽ ഇപ്പം നമ്മൾ സിനിമയൊക്കെ സേവ് ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാവും, അതിൽ നിന്ന് എടുത്ത് കണ്ടാൽ മതി. അപ്പോൾ അതാണ് നമ്മളെ ഡോപ്പമൈൻ മെനു ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ ഡോപ്പമൈൻ മെനുവിൽ ആഡ് ചെയ്യുന്നതിന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് ഫോളോ ചെയ്യുമെന്നുള്ളതൊക്കെ പറയാം. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി അതും പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഉണ്ടാക്കാൻ നോക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.